22 ക്യാരറ്റ് ശിർക്കാണ്. ഒരു കുറവല്ല, 22 ക്യാരറ്റ് ശിർക്കാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്കണേ, എന്റെ കുറവ് വേണ്ട, ഞാനും കൂടെ ഒന്ന് വായിച്ചാൽ കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കട്ടെ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ, അപ്പൊ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അത് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഡോക്ടർ സക്കരിയ അബ്ദുൽ ജബ്ബാർ പോലെ ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ്. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ എടുത്തു പറയണം. ഒന്ന്, ഇത് KNM-ന്റെ വേദി എന്നാണ് ഈ പ്രസംഗം, വേറെ എവിടുന്നുമല്ല, ആരെങ്കിലും കെട്ടിക്കൊടുത്ത വേദിയല്ല, KNM-ന്റെ വേദി. 2, ഇത് ആദർശ വിശദീകരണമാണ്. രണ്ടാമത്തത്. മൂന്നാമത്തത് അൽ-ഇസ്ലാഹ് പൊക്കി പിടിച്ച് അത് ആ ഭാഗം സ്ക്രീനിൽ കാണിച്ചിട്ടാണ് 22 ക്യാരറ്റ് ഷിർക്ക് എന്ന് മർക്കസ് ദാവ, അന്നത്തെ മടവൂർ വിഭാഗം, അങ്ങാടികളിലൂടെ വിളിച്ച് പറഞ്ഞതിന് ഇയാൾ കൊടുക്കണം മറുപടി. 22 ക്യാരറ്റ് ഷിർക്കാണ് എത്ര എന്ന് പറഞ്ഞിട്ട് ഷിർക്കല്ല എന്ന് വിശദീകരിക്കണം. ഈ 3 കാര്യം എന്ത് ചെയ്യണം? ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു 3 കാര്യം. ഒന്ന്, ഇത് വായിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? അന്നത്തെ അലിമദനെ പറ്റി. ഇതിൽ ഗവേഷണം നടത്തുന്നു. ആരെ കുറിച്ചാണ് പറഞ്ഞത്? അലിമദനെ കുറിച്ച്. ഇത് 22 ക്യാരറ്റ് ഷിർക്കാന്ന് പറയുന്നു. ആര്? അലിമദനി. ഇനി നിങ്ങൾ ആലോചിച്ചോക്കണി, ഇതേ വ്യക്തി ഇപ്പം എന്ത് ചെയ്യാണ്? ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സീരി ടവറിൻ്റെ വേദിയിൽ നിന്നാണ് അവരുണ്ടാക്കിയ ആദർശമാണ് വിശദീകരിക്കുന്നത്. അവർ ഇതേപോലെ അൽ-ഇസ്ലാഹ് എന്ത് ചെയ്യുന്നു? മുജാഹിദുകൾക്ക് നേരെ എടുത്ത് കാണിക്കുന്നു. ശരിക്കും എന്താ വെച്ചാൽ അട്ടിമറി എവിടെ നടന്നു എന്നുള്ളത് ഇതുമെന്ന് എന്ത് ചെയ്യും? കിട്ടും. ഇനി അദ്ദേഹം തന്നെ പ്രയോഗിച്ച 2-3 വാക്കുകളുണ്ട്. ഞാൻ അങ്ങനെ മൂപ്പർക്ക് ആയോന്ന് അറിയില്ല. എന്ത് വിവരമുള്ളവർ എന്ന് അന്ന് പറഞ്ഞു, മൂപ്പര് വിവരം പോയോ എന്നുള്ളത് മൂപ്പര് പറയട്ടെ. അതേപോലെ തന്നെ പോഴന്മാരെന്നൊരു പ്രയോഗം അന്ന് അവരെ പറ്റി പറഞ്ഞു. നമ്മളെ നേരെ ഷിർക്ക് ആരോപിച്ചവരെ പറ്റി അന്ന് അവർ പോഴന്മാരാന്ന് മൂപ്പരനെ പറഞ്ഞാണ് ഇപ്പോൾ. അപ്പം ഇനി ആ അവസ്ഥയ്ക്ക് മൂപ്പരെത്തിയോ നമുക്കറിയില്ല. കാരണം ഞങ്ങൾ വിവരമുള്ള ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഉള്ളത്. ഇനി മറ്റൊന്ന്, മുജാഹിദുകൾക്ക് തിരിഞ്ഞു എന്ന് അവിടെ പറഞ്ഞു. ശരിക്കും മുജാഹിദുകൾ തിരിഞ്ഞോട് തന്നെ ഇപ്പോൾ ഉള്ളത്. ആ തിരിഞ്ഞ മുജാഹിദുകളാണ് ഇപ്പം എന്ത് ചെയ്യണത്? ആദർശവുമായിട്ട് കൃത്യമായി പോകുന്നത്.